ഇന്ന് നമ്മൾ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ ചോറൊക്കെ കൊടുത്തു വിടുമ്പോൾ അവർക്ക് സൈഡായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഒരു 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പൊട്ടാറ്റോ ഫ്രൈ ആണ് റെഡിയാക്കുന്നത് കേട്ടോ. എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ വലുപ്പത്തിൽ വരുന്ന 2 കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഏകദേശം 450 ഗ്രാം വരുന്നുണ്ട് കേട്ടോ. ആദ്യം ഇതിൻ്റെ തൊലിയൊന്ന് മാറ്റിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഒരുപാട് കനമില്ലാത്ത രീതിയിൽ, അധികം നീളം വരാത്ത രീതിയിൽ ഇതുപോലെയാണ് മുറിച്ചെടുക്കുന്നത്. മുറിച്ചെടുത്തിട്ട് ഒന്നുകൂടെ കഴുകിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലായിരിക്കും കുറച്ചുകൂടി നല്ലത്, ഒരു നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക്, അത് രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുക. ഉപ്പ്, മസാലപ്പൊടികൾ, കാര്യങ്ങളൊന്നും ഈ സമയത്ത് ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം വിട്ടു, ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കണം. ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മൾ ആ ഒരു കടുക് പൊട്ടിച്ച് കറിവേപ്പിലേക്ക് ഇട്ടല്ലോ, ആ ഒരു സമയത്ത് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ മറന്നു പോയതാണ്. എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിൽ വരുന്ന സവാള ഇതുപോലെ നീളത്തിൽ മുറിച്ചതുകൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു പകുതി വേവാക്കിയെടുക്കുക. നമ്മൾ ഇതുപോലെ കട്ടി കുറച്ച് കിഴങ്ങ് മുറിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ആദ്യം ചെയ്തെടുത്താൽ മതി. തീ പെട്ടെന്ന് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അങ്ങ് കളർ മാറി പോവുകയുള്ളൂ, കറക്റ്റ് വെന്ത് കിട്ടില്ല. ഇപ്പോൾ ഒരു ഏകദേശം ഒരു പകുതി വേവോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സമയത്ത് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനായിട്ടൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കളർ കൂടുതൽ കിട്ടിക്കോളും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ചിക്കൻ മസാലയോ ബീഫ് മസാലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ബീഫ് മസാല ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കിഴങ്ങിൽ വരുന്ന സമയത്ത് ഇതാകുമ്പം ആ ഒരു മസാല ടേസ്റ്റും കൂടെ കിട്ടിക്കോളും. എന്നിട്ട് ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. അടുത്തത് ഇതിലേക്ക് ഒരു തക്കാളിയുടെ ഒരു പകുതി ഇതുപോലെ മുറിച്ചിട്ട് അതുകൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് പിന്നെ നമ്മൾ ആദ്യം മസാലപ്പൊടികൾ ഇട്ട സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇനി ഒരു 3-4 മിനിറ്റ് കൂടെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ഒന്നുകൂടെ വെന്ത് അതിലേക്ക് കറക്റ്റായി കിട്ടിക്കോളും. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. കിഴങ്ങൊക്കെ പാകത്തിന് വെന്തിട്ടും ഉണ്ടാവും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരു 1 മിനിറ്റ് കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. പിന്നെ കിഴങ്ങ് നമ്മൾ ഇതുപോലെ നോക്കണം, വെന്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ അടച്ച് വെച്ച് വേവിക്കണം, കാരണം ചില കിഴങ്ങിന് വേവ് കൂടുതലായിരിക്കുമല്ലോ. ഇപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ അതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക, ആ ഒരു മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. മുട്ട ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തത്തിൽ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എഗ് ബുർജിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കിഴങ്ങും മുട്ടയും കൂടെ നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു മുട്ട ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മൾ കിഴങ്ങ് മസാലപ്പൊടികൾ ചേർത്ത് ചെയ്ത് ലാസ്റ്റ് എത്തിയല്ലോ, അത് അങ്ങനെ തന്നെ സെർവ് ചെയ്യുക. അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ മുട്ടയും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റും കൂടെ കൂടുതലുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ആ ഒരു മുട്ട വെന്ത് വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ആ ഒരു മുട്ട എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സാക്കി ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എഗ് പൊട്ടാറ്റോ ഫ്രൈ റെഡി ആയിട്ടോ. വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നമുക്കത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ ഇതുപോലെ തന്നെ മതി. ഇത്രയ്ക്ക് ഡ്രൈ ആയിട്ട് നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരു ഇത്തിരി വെള്ളമായ ഇല്ലാത്തൊരു കറി അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് തിക്കാക്കി എടുത്താൽ മതി. ഒരുപാടല്ല, ചെറിയൊരു വെള്ളമയം വേണമെങ്കിൽ. ഞാനിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ശരിക്കും നല്ല ചൂടുള്ള ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് വേറെ ചാറ് കറികളൊന്നും ഇല്ലാത്ത ദിവസത്തിൽ എളുപ്പത്തിലൊരു 10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇത്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാൻ, ചോറിൻ്റെ കൂടെ കൊടുത്തുവിടാനും നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ആളുകളൊക്കെ ചെയ്തു വെക്കുന്നവർ തന്നെയായിരിക്കും, എന്നാലും ചെയ്തു വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്